ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈസിയാസ് യൂട്യൂബ് ചാനൽ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രം ദ സ്ക്രാച്ച് നമ്മൾ എന്തൊക്കെയോ പ്ലാൻ ആക്കി, പക്ഷെ ഒന്നും നടന്നില്ല. സീറോയിൽ നിൽക്കുന്ന ആ ചില കാര്യങ്ങളിൽ ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള ആ രണ്ട് കാര്യം നമ്മൾ സെലക്ട് ചെയ്ത് ഞാൻ തുടങ്ങി കേട്ടോ. എൻ്റെ പ്രോഗ്രാമുകളിൽ ഞാൻ എൻ്റെ പ്ലാനും എൻ്റെ മൈൻഡ് മാപ്പിങ്ങും ഒക്കെ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. സോ എൻ്റെ കൂടെ ഒന്ന് രണ്ട് പേര് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരും എൻ്റെ കൂടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യണം, നിങ്ങൾ നേടിയെടുക്കണം, നിങ്ങൾ വിജയിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, നിങ്ങൾ കേട്ടിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ കേട്ടോ. അതായത് നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമില്ലേ, അതെന്താണ്? ശരിക്കും അതെന്താ നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്? നമ്മൾ ആ സ്വപ്നം നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിനുവേണ്ടി വർക്ക് ചെയ്തല്ലേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. ആക്ച്വലി പറയുന്നത് യു വിൽ ഗെറ്റ് വാട്ട് യു ആർ വില്ലിങ് ടു വർക്ക് ഫോർ. നമ്മൾ ജോലി ചെയ്യാൻ, നമ്മൾ കഷ്ടപ്പെടാൻ എന്തിനാണോ തയ്യാറ്, അതാ നമുക്ക് കിട്ടുക അല്ലേ? എന്തിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നോ, എന്തിനു വേണ്ടി നമ്മൾ വിയർപ്പൊഴുക്കുന്നോ, എന്തിനു വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നോ, അത് നമുക്ക് ലഭിക്കും. അത് മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിലും അല്ലാത്തതാണെങ്കിലും നമുക്ക് അങ്ങനെയാണ് ലഭിക്കുക അല്ലേ? സോ ബന്ധങ്ങൾ നന്നാക്കാനായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ടാൽ, അതായത് ക്യാഷ് ഉണ്ടാക്കാൻ എഫേർട്ട് ഇട്ടാൽ, അല്ലെങ്കിൽ ബെറ്റർ ജോബ് കിട്ടാൻ എഫേർട്ട് ഇട്ടാൽ, അതും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ, എന്തെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കാൻ ഒക്കെ നമ്മൾ എന്തും ആയിക്കോട്ടെടാ, എന്ത് സ്വപ്നവും എന്ത് ആഗ്രഹവും ആയിക്കോട്ടെ, അതിന് നമ്മൾ എഫേർട്ട് ഇട്ടാലാണ്, അതിനു വേണ്ടി നമ്മൾ അധ്വാനിച്ചാലാണ് ഇവയൊക്കെ നമുക്ക് സാധ്യമാകുക അല്ലെങ്കിൽ ലഭിക്കുക അല്ലെ? ഡ്രീം ആൻഡ് ഡെഡിക്കേഷൻ ഇസ് എ വെരി പവർഫുൾ കോമ്പിനേഷൻ എന്നാ പറയാ. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഡ്രീമും ഡെഡിക്കേഷനും. നമ്മൾ ഇത്രയും നാള് സ്വപ്നം ഉണ്ടാക്കി, നമ്മൾ ഡ്രീംസ് സെറ്റ് ചെയ്തു, നമ്മൾ പ്ലാൻ ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ട്, അതിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പഠിച്ചു, അതിനുവേണ്ടി അഫർമേഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചു അല്ലെ? ബട്ട് സ്റ്റിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആളുകളാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ നിങ്ങളിത് മനസ്സിലാക്കണം കേട്ടോ. എന്താ സംഭവം എന്നറിയോ? നമ്മളത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതൊരറ്റം വരെയും പോകാനുള്ള മനസ്സാണ് നിങ്ങൾ ആദ്യം സ്ട്രോങ് ആക്കേണ്ടത്. അയ്യോ ഞാൻ 2 ദിവസം ചെയ്തില്ല, അയ്യോ ഞാൻ ഇതിന്റെ ഫോളോ അപ്പ് നടത്തിയില്ല, ഞാൻ വിട്ടുപോയി, എനിക്ക് കഴിയില്ല, അങ്ങനെയൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് വിലപിച്ച് സങ്കടപ്പെട്ട് നമ്മളെ നെഗറ്റീവ് ആക്കി ഇങ്ങനെ ഇരുന്നാൽ ഒരിക്കലും ഒന്നും നേടിയെടുക്കാൻ പറ്റില്ലടാ. ഒരു കാര്യവും നമുക്ക് 100% കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അല്ലെ? നമ്മൾ ശരിയാണ്, നമ്മൾ സ്വയം സംശയിച്ചു പോകുന്ന ചില സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാൻ തോന്നും, അല്ലെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാത്തൊരവസ്ഥ. ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകും അല്ലെ? ഇതൊക്കെ നോർമലാണ്. നമ്മൾ ഗിവ് അപ്പ് ചെയ്യാനും വിട്ടുകളയാനും സ്വയം ഇതെനിക്ക് സാധിക്കുമോ, ഞാൻ തോറ്റു പോകുമോ എന്നൊക്കെ നമുക്ക് പേടി തോന്നുന്ന, നമ്മളെ തന്നെ സംശയിക്കുന്ന വളരെ പച്ചയായിട്ടുള്ള സാധാരണ മനുഷ്യന്മാരാ നമ്മളെല്ലാവരും. എന്താ വ്യത്യാസം എന്നറിയോടാ? ഈ വിജയിച്ച ആൾക്കാരുണ്ടല്ലോ, വിജയിച്ച ആൾക്കാര് ഇതെല്ലാം കടന്നു വന്നവരാണ്. ഈ തോൽവി അനുഭവിച്ച ആൾക്കാർ, അല്ലെങ്കിൽ സ്റ്റക്ക് അനുഭവിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർ എന്താണെന്നറിയാവോ? ആ ഒരു സിറ്റുവേഷനെ കടന്നു പോകില്ല, ആ സ്റ്റക്കായി തന്നെ നിൽക്കും. ഇതെങ്ങനെയെന്നറിയോ? നിങ്ങൾ ഇപ്പം സെൽഫ് ഡൗട്ടിൽ സ്റ്റക്കായി കിടന്ന് പോകാതെ നിങ്ങൾ ശ്രമിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഓടയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിൽ കാണണം. നല്ല വൃത്തിയുള്ള വെള്ളം നല്ല രസമായിട്ട് ഇങ്ങനെ ഒഴുകി പോവാണ്. കുറച്ച് ഇലകൾ, ഒരു 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 മരത്തിൽ നിന്നും ഒരു കൊമ്പ് തന്നെ ആ ഓടയുടെ നടുവിലേക്ക് വന്ന് വീഴുകയും ആ ഒഴുക്കിനെ പെടുത്തുകയും ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ തടസ്സമായിട്ട് വരുന്ന എന്തിനേയും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റൽ ബ്ലോക്ക് ആയിട്ട് താരതമ്യം ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പുറത്തു നിന്ന് സഹായം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അയ്യോ എനിക്കിതിന് സാധിക്കുന്നില്ല, അയ്യോ എന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യും, അയ്യോ എനിക്കിത് എന്ത് ചെയ്യാൻ പറ്റും, അയ്യോ ഞാൻ അങ്ങനെ, അയ്യോ ഞാൻ ഇങ്ങനെ, ഇങ്ങനെ നമ്മളിങ്ങനെ വിലപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? എന്തെങ്കിലും കാര്യം അവിടെ നടക്കുന്നുണ്ടോ? അപ്പൊ ഈ ഓടയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ, ഈ ഓടയിലെ വെള്ളം നല്ല ഫോഴ്സിൽ അങ്ങ് വന്നാല് ഈ തടസ്സപ്പെട്ട് നിൽക്കുന്ന ഈ മരച്ചില്ലയോ മരത്തിന്റെ ഇലയോ എന്തോ ആയിക്കോട്ടെ, അത് നല്ല ഫോഴ്സിൽ അങ്ങ് തള്ളിപ്പോവും അല്ലെ? എന്നിട്ട് വെള്ളം നല്ല പൂർവാധികം ശക്തിയോടുകൂടി ഒഴുകാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് നമ്മളെ ഒന്ന് ഇന്നർ സൈഡിൽ നിന്ന് നമ്മളെ ഒന്ന് പുഷ് ചെയ്താല്, നമ്മളെ ഒന്ന് ഉഷാറാക്കി എടുത്താല്, നമുക്ക് നമ്മുടെ സ്വന്തം ഫോഴ്സ് ഉപയോഗിച്ചാൽ, നമ്മുടെ ഉള്ളിലുള്ള ഇന്നർ ഫോഴ്സ് നമ്മൾ യൂസ് ചെയ്താൽ
ദീർഘനേരം നമുക്ക് ഓടാൻ സാധിക്കും. ദീർഘനേരം നമുക്കത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? സ്റ്റക്കിനെ അതിജീവിക്കാൻ നമുക്ക് വേണ്ടത് ഡെഡിക്കേഷൻ ആണ്. ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ വർക്ക് ചെയ്യുക. ലൈഫ് എന്ന് പറയുന്നത് ഒരു എവറി ഡേ ബാറ്റിലാണ്. ആരുമായിട്ടുള്ള യുദ്ധം? നമ്മളുമായിട്ടുള്ള യുദ്ധമാടാ. ലൈഫ് ഇസ് എൻ എവറി ഡേ ബാറ്റിൽ വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായിട്ടുള്ള ദിനേനയുള്ള എന്താണ് യുദ്ധമാണ് ജീവിതം അല്ലേ? ഒന്ന് മാത്രം നിങ്ങൾ തീരുമാനിക്കുക, എന്നും മുന്നിലേക്കാണ്. ഒരു യുദ്ധമായിക്കോട്ടെ, ഒരു പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഞാൻ തളർന്നോട്ടെ, ഞാൻ വീണോട്ടെ, ബട്ട് സ്റ്റിൽ ഞാൻ മുന്നിലേക്കാണ്. ഞാൻ പിന്നിലേക്കല്ല, ഞാൻ മുന്നിലേക്കാണ്. ലൈഫ് ചേഞ്ചസ് വിത്ത് കൺസിസ്റ്റൻസി എന്നാ പറയാ. നമുക്ക് വിജയിച്ചവർക്കും തോറ്റുപോയവർക്കും ഒരേപോലെ ഉണ്ടല്ലോ ലഭ്യമായിട്ടുള്ള ഒരൊറ്റ വിലപ്പെട്ട സാധനമുണ്ട്. എന്താന്ന് നിങ്ങൾക്കറിയാവോ? ഒന്ന് ഗസ് ചെയ്യാമോ? ഞാൻ പറയാം. ഒന്നുമല്ലടാ, അതെ, ആ സമയമാണ്. സമയം എന്ന് പറയുന്ന വളരെ വിലപ്പെട്ട, നമുക്കെല്ലാവർക്കും തോറ്റുപോയവർക്കും വിജയിച്ചവർക്കും സ്റ്റക്കായവർക്കും ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് സമയം. നമ്മുടെ ചുറ്റുമുള്ള സാധ്യതകളെ നമ്മൾ സമയാനുസൃതം ഉപയോഗിച്ചാൽ മാത്രമാണ് വിജയിക്കാൻ പറ്റുക. ആ സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഓപ്പർച്യൂണിറ്റീസ് എവ്രി കോർണറിലും ഉണ്ട്. എവ്രി കോർണറിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. സമയാനുസൃതമായി യൂസ് ചെയ്യാൻ പഠിക്കണം. കമ്മിറ്റ് ചെയ്യണം. കമ്മിറ്റ് ചെയ്യും. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി കമ്മിറ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്മിറ്റ് ചെയ്യും. നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കമ്മിറ്റ് ചെയ്യും. ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ട്? കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മളതിനെ മാസ്റ്റർ ചെയ്യും. നമ്മളതിൽ ബിരുദന്മാരാവും. മനസ്സിലായോ? സോ വൺസ് അഗെയിൻ, ഡ്രീം ആൻഡ് ഡെഡിക്കേഷൻ ഇസ് എ വെരി പവർഫുൾ കോമ്പിനേഷൻ. നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഡ്രീമും ഡെഡിക്കേഷനും ഡിസിപ്ലിനോടുകൂടെ നിങ്ങൾ ചെയ്താൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കും. 100% എനിക്ക് ഉറപ്പാണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഗോ അഹെഡ്, ജസ്റ്റ് ഗോ അഹെഡ്. താങ്ക് യു.